ഹായ് ഹലോ നമസ്കാരം. ഞാൻ ദാ ഒരു അടിപൊളി സ്ഥലത്തേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ആ സ്ഥലം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് വീഡിയോ എടുത്തത്. ഇത് ഉത്തർപ്രദേശിലുള്ള സാർനാഥ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതായത് വാരണസിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ബുദ്ധിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഗ്രഹങ്ങളും ഒരുപാട് സ്ഥലങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടല്ലോ. അങ്ങനെ അവിടേക്ക് എത്തി എന്നെ ആദ്യം വെൽക്കം ചെയ്തത് ഈ വലിയ പ്രതിമയാണ് കേട്ടോ. ഈ പ്രതിമയുടെ സൈസ് കണ്ടോ, 80 feet 9 inches ഹൈറ്റ് ആണ്. തൊട്ടടുത്ത് തന്നെ രണ്ട് കൈകളും മടിയിൽ വെച്ച് ധ്യാനിച്ചിരിക്കുന്ന ഈ ബുദ്ധനുണ്ട്. ഒരു ലാഫിംഗ് ബുദ്ധയുണ്ട് അപ്പുറത്ത്. ഇതെല്ലാം ബുദ്ധിസവുമായി റിലേറ്റ് ചെയ്തതാണെന്ന് അറിയാലോ. അപ്പൊ നമ്മൾ ഇതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ട്രാവൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതാ ഇവിടെ അടുത്തുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ വന്നു. ഇതിനകത്ത് വളരെ സൂതിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്ക് വളരെ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം. അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട്, അതിന് കുറവൊന്നുമില്ല. എന്നാലും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ടെമ്പിളിന്റെ ആർക്കിടെക്ചറും അവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ നോക്കുകയാണ്. വളരെ രസമാണ്. അതിനുശേഷം നമ്മൾ പോയത് ഹിസ്റ്ററിപരമായി പറയുകയാണെങ്കിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച ധർമ്മരാജിക സ്തൂപ കാണാനാണ്. പക്ഷെ ആ സ്തൂപത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ലാംഗ്വേജ് നമുക്ക് ഇത്തിരി സ്ട്രേഞ്ച് ആയി തോന്നാം. ഇത് ശ്രീലങ്കയിൽ നിന്ന് കുറച്ച് ടൂറിസ്റ്റ് വന്നതാണ് അത്ര. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് അശോക പില്ലർ. ഈ അശോക പില്ലറിനെ പറ്റി അവര് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് അവർ അവരുടെ ഭാഷയിലുള്ള മന്ത്രങ്ങൾ ഉരുവിടുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ടത് 43 മീറ്റർ ഹൈറ്റ് വരുന്ന ധാമേക് സ്തൂപ എന്ന് പറയുന്ന സ്ഥലം. അതായത് ഗൗതമ ബുദ്ധൻ തന്റെ 5 ശിഷ്യന്മാർക്ക് ബോധോദയം കിട്ടിയതിനു ശേഷം ഉപദേശം നൽകിയത് ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു. അതിൽ ആദ്യ ഉപദേശം ഈ സ്ഥലത്ത് വെച്ചാണ് അത്ര, ധാമേക് സ്തൂപയുടെ അവിടെ വെച്ച്. ചരിത്രപരമായി ഞാൻ വളരെ വീക്കാണെങ്കിലും ഞാൻ ഇവിടെ പോയതിനു ശേഷം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഈ ഭാഷ സിംഹള ലാംഗ്വേജ് ആണ്. തൊട്ടപ്പുറത്തിരിക്കുന്നത് ചൈനീസ് ലാംഗ്വേജ് ആണ് കേട്ടോ. ഈ രണ്ട് ഭാഷകൾക്കും ബുദ്ധിസവുമായി വളരെയധികം ബന്ധമുള്ളത് കൊണ്ടാണ് ഈ രണ്ട് ഭാഷകളിലുള്ള ബോർഡുകളും നമുക്കിവിടെ കാണാം. ഇവിടെ സത്യത്തിൽ ഞാൻ കൂടുതലും കണ്ടത് ചൈനീസ് ഭാഷ അറിയുന്നവരും സിംഹള അറിയുന്നവരും ശ്രീലങ്കയിൽ നിന്നുള്ളവരൊക്കെയാണ് കേട്ടോ. കുറെ ടൂറിസ്റ്റുകളുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റൊരു ബുദ്ധക്ഷേത്രത്തിൽ പോയി. അവിടെ നമുക്ക് ചുമരുകളിലായിട്ട് കാണാൻ പറ്റും ബുദ്ധന്റെ ജീവകഥ പറയുന്ന പെയിന്റിങ്ങുകൾ കണ്ടോ. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്താന്ന് പറഞ്ഞാൽ വളരെ സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒരുപാട് പേരുണ്ടെങ്കിലും ഒരു വല്ലാത്തൊരു കൂൾ വൈബാണ് ഇതിനകത്ത് കേട്ടോ. ഒരു മെഡിറ്റേറ്റിംഗ് ഫീലാണ്. ഒരു പക്ഷെ അതിങ്ങനെ ശാന്തമായിരിക്കുന്ന ഈ ബുദ്ധന്റെ ആ ഒരു പ്രഭാവലയമായിരിക്കും അല്ലെ. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ സാമ്രാട്ട് അശോക ചക്രവർത്തിയുടെ ഒരു വിഗ്രഹം ഇവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചെന്നത് ഇവിടെയുള്ള ടിബറ്റൻ മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ. ടിബറ്റൻ കൾച്ചർ എന്ന് പറയുന്നത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതാ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ടെമ്പിളിൽ പോയപ്പോൾ എനിക്ക് ആ ടെമ്പിളിൽ കയറിയതിനേക്കാൾ ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഗാർഡൻ ആണ്. എത്ര മനോഹരമായിട്ടുള്ള പൂക്കളാണെന്നറിയോ അവിടെ കാണാനുള്ള. അടിപൊളി പൂക്കൾ, അതും പല വെറൈറ്റീസ് പൂക്കൾ, പല പല കളറില്, പല പല സൈസില്, വലുതും ചെറുതുമായിട്ടുള്ള പല സൈസ് പൂക്കൾ. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലാത്തൊരു ഗാർഡൻ. ഇതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പല സ്ഥലങ്ങളും ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നല്ലൊരു മെമ്മറി സേവിംഗ് എന്നുള്ള രീതിയിൽ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ചെറിയ പാട്ട് ഞാൻ ഇതിൽ സേവ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ എനിക്ക് കണ്ടു മതിയായില്ല, ഞാൻ ഇനിയും വരും, ഇനിയും വരണം. അപ്പൊ തൽക്കാലത്തേക്ക് ബൈ.